വിജയം. ദേവി ഉപാസനയുടെ വ്രതനാളുകൾ കന്നിമാസത്തെ ചൈതന്യപൂർണ്ണമാക്കുന്നു. കന്നിമാസത്തിലാണ് നാം നവരാത്രി ആഘോഷിക്കുന്നത്. ശക്തി പൂജയുടെ പ്രാധാന്യം വെളിവാകുന്ന 9 രാത്രികൾ. കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ നവമി വരെ ഉള്ള രാത്രികൾ മാതൃപൂജയുടെ മഹിമ എടുത്തു കാണിക്കുന്നു. ഉത്തര ദക്ഷിണ വ്യത്യാസമില്ലാതെ ഭാരതമൊട്ടാകെ പുരാതന കാലം മുതൽ നവരാത്രി ആഘോഷിക്കുന്നു. തിന്മയുടെ മേൽ നന്മയ്ക്കുണ്ടാകുന്ന വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനം കൂടിയാണ് നവരാത്രിയായി നമ്മൾ ആഘോഷിക്കുന്നത്. അഖിലേന്ത്യാ പ്രാധാന്യമർഹിച്ചിട്ടുള്ള ചുരുക്കം ചില ദേശീയ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നവരാത്രി ഉത്സവം. ഭാരതത്തിൻ്റെ ദേശീയ ഐക്യത്തിനും സംസ്കാരത്തിനും കെട്ടുറപ്പ് നൽകുന്നവയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ. കേരളത്തിലെ നവരാത്രി ആഘോഷവും തമിഴ്നാട്ടിലെ നവരാത്രി ആഘോഷവും മൈസൂരിലെ ദസറയും ബംഗാളിലെ ദുർഗാഷ്ടമിയും ഡൽഹിയിലെ രാംലീലയും എല്ലാം ആഘോഷങ്ങളുടെ വിഭിന്ന രൂപങ്ങളാണ്. ഈ ആഘോഷങ്ങളിലെല്ലാം കാണുന്നത് തിന്മയ്ക്കുമേലുള്ള നന്മയുടെ വിജയമാണ്. ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സംസ്ഥാനത്തെയും നവരാത്രി ആഘോഷമെങ്കിലും എല്ലാ ആഘോഷത്തിൻ്റെയും ഇതിവൃത്തം ദേവിയെ ആരാധിക്കുക എന്നുള്ളതാണ്. ശക്തി സ്വരൂപിണിയായ ദേവിയാണ് ആരാധനാമൂർത്തി. തനിക്ക് മരണം ഉണ്ടാകരുതെന്നും 3 ലോകങ്ങളിലും താൻ അജയ്യനായിരിക്കണമെന്നും മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം ചോദിച്ചു. സ്ത്രീകൾ ഒഴിച്ച് മറ്റാരും തന്നെ വധിക്കാൻ പാടില്ല എന്ന് മഹിഷാസുരൻ ആവശ്യപ്പെട്ടു. എല്ലാ വരവും അനുവദിച്ചു കിട്ടിയ മഹിഷാസുരൻ അതീവ അഹങ്കാരിയായി മാറുകയും 3 ലോകങ്ങളും കീഴടക്കി ദേവന്മാരെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. ഈ അസുരനിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ എല്ലാവരും ചേർന്ന് യാഗം നടത്തുകയും അവരുടെ തപശക്തി യാഗത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ഈ സമയം ഹോമകുണ്ഡത്തിൽ നിന്നും 18 കൈകളിൽ ആയുധമായി തേജോമയിയായ ദേവി സിംഹത്തിൻ്റെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. മഹിഷാസുരൻ 3 ലോകങ്ങളിലും ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെട്ട് ദേവന്മാർക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ദേവി ഉദ്യാനത്തിൽ ഇരിക്കുന്നത് കണ്ട് ആകൃഷ്ടനായ അസുരൻ ദേവിയെ സമീപിക്കുകയും ദേവിയോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും തനിക്ക് ദേവിയെ വിവാഹം കഴിക്കണമെന്ന് പറയുകയും ചെയ്തു. തന്നോട് യുദ്ധത്തിൽ ജയിച്ചാൽ വിവാഹം കഴിക്കാമെന്ന് ദേവി മറുപടി പറഞ്ഞു. തുടർന്ന് 2 പേരും ഉഗ്രമായ യുദ്ധം തുടങ്ങുകയും 9-ാം ദിവസം ദേവി മഹിഷാസുരനെ വധിക്കുകയും ചെയ്തു. ഇതോടെ ദേവി മഹിഷാസുരമർദിനി എന്ന് അറിയപ്പെട്ടു. 10-ാം ദിവസം 3 ലോകങ്ങളിലും വിജയം ആഘോഷിച്ചു. ഈ വിജയാഘോഷമാണ് വിജയദശമിയായി മാറിയത്. ലങ്കാധിപതിയായിരുന്ന രാവണനെ വധിച്ച് തിന്മയെ ഇല്ലാതാക്കി നന്മ സ്ഥാപിച്ച ശ്രീരാമന്റെ വിജയവും വിജയദശമിയായി ആഘോഷിക്കപ്പെടുന്നു. ദേവി നിത്യ ആണെങ്കിലും വീണ്ടും വീണ്ടും അവതരിച്ച് ലോകത്തെ രക്ഷിച്ചു പോരുന്നു എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു.